എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. നെരിപ്പടം കണ്ണൂർ സൈഡിലൊക്കെ നോമ്പ് കാലത്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ നമ്മൾ മൈദയുടെ സ്ഥാനത്ത് അരിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും കാണുക, എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അര കപ്പ് നല്ല നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയില്ലേ, ജീരകശാല അരി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 2-3 പച്ചമുളക് എരിവിനനുസരിച്ച്, കുറച്ച് കറിവേപ്പില. ആദ്യം ഇത് മൂന്നും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇനി നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞാൽ മതി. അതും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഇത് നല്ലപോലെ ഒന്ന് വഴന്നിട്ട് ഇനി നമ്മളതിലേക്ക് ചേർക്കേണ്ടത് ബീഫാണ്. ഇപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാരണ വീട്ടിൽ വെച്ചിട്ടുള്ള കറി വെച്ചിട്ടുള്ള ബീഫിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ബീഫ് ക്രഷ് ചെയ്ത് ചേർക്കുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചേർക്കുക, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ട് ബീഫ് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്താൽ നമ്മുടെ കൂട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വലിയ ജീരകം, പെരുംജീരകം എന്ന് പറയില്ലേ, വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് മറക്കരുത്. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട്, നല്ല പേസ്റ്റായിട്ട് അത് അരച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 3 രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാനിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ആവിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം നല്ലപോലെ നെയ്യൊക്കെ തടവിയിട്ട് അതിൽ പകുതി മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു പാത്രത്തിൽ പകുതി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം അത് എത്രത്തോളം അതിൽ വേണം എന്നുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് മസാല അധികമാണെങ്കിൽ മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള മാവും അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ബാക്കിയുള്ള മസാലക്കൂട്ട് കുറച്ചെടുത്ത് വെച്ചത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ക്യാപ്സിക്കമോ തക്കാളിയോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ ആകുമ്പോൾ നമ്മളത് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 55 മിനിറ്റോളം ടൈം എടുത്തു. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ പറയുകയാണ്, ഓവനില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കരുത്. നോൺ സ്റ്റിക്ക് പാനിലും ആവിയിലൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതൊന്ന് മുറിച്ച് കാണാം. അതുകൊണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.